എൻ്റെ കൂട്ടുകാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മത്തിയാണ് കിട്ടിയെടുക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്കൊരു വെറൈറ്റി മത്തിക്കറി ഉണ്ടാക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഈ മത്തി വെട്ടി വൃത്തിയാക്കി എടുക്കാം. മത്തി വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കറി വയ്ക്കാൻ വേണ്ട ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ച സവോള ഇട്ട് കൊടുക്കാം. ഒരു സവോളയാട്ടെ ഞാൻ എടുത്തെടുക്കണത്. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് കാന്താരി ഉണ്ട് കേട്ടോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ടൊന്ന് വഴറ്റാം. നന്നായി വഴഞ്ഞ് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 തണ്ട് വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ. സവോളൊക്കെ ഒരുവിധം വഴന്ന് വന്നു തുടങ്ങി. നമുക്ക് ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി എണ്ണിട്ട് ഇട്ടെടുത്തു. തക്കാളിയും സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. അതിനാവശ്യമായ മുളകും പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, ഉലുവപ്പൊടി 1/4 സ്പൂണ് ഇതിട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് മസാല എടുത്ത പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ വേണം കേട്ടോ. അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഇത് കഴുകി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ചെറിയ തീയിലിട്ടുണ്ടായിരുന്നേ, അപ്പോൾ ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി ഇതാ വറ്റി വരുന്നുണ്ട് കേട്ടോ. തിളച്ച് വറ്റി വരുന്നുണ്ട്. ഞാൻ മൂടിച്ചെടുക്കുകയായിരുന്നു. കറിയിലേക്ക് വേണ്ട മെയിൻ സാധനമാണ് കേട്ടോ കൂർക്കാം. അത് നമുക്ക് ഇനി ഇത് നന്നാക്കി എടുക്കാം കേട്ടോ. ഒരുവിധം ഞാൻ ചാക്കിലിട്ട് തല്ലിയിട്ട് തൊലിക്ക് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്നും അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മത്തി കൂട്ടാനിക്ക് കൂർക്ക വന്നത് ഇട്ട് കൊടുക്കാം കേട്ടോ. മത്തിയും കൂർക്കയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ കൂർക്കൊക്കെ നന്നായി കിട്ടുന്ന സമയമാണ്. മത്തിയിൽ നെയ്യുള്ള സമയമാണ്. മത്തിയും കൂർക്കും കൂടി ഇതുപോലെ വെച്ച് നോക്കണം കേട്ടോ. ഇവിടെ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. വെച്ച് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ കൂർക്കി മത്തിയും കൂടിയിട്ടൊന്ന് സെറ്റായി വരണം കേട്ടോ. നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. കുറച്ച് നേരം ഇത് ഓഫാക്കിയിട്ട് എടുക്കുകയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ കൂർക്കൊക്കെ ഇതിൽ ചേർത്തിട്ട് നമുക്ക് ഒന്ന് നന്നായി തിളച്ച് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കൂർക്കയും മത്തിയും കൂട്ടിയുള്ള കറി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനി താളിക്കാം കേട്ടോ. ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയൊരു മണത്തിന് കേട്ടോ. ഉലുവയും കടുകും
ഉള്ളി കൂടി മൂത്ത് വരുമ്പോൾ നമുക്ക് കറിക്ക് ഒഴിച്ചു കൊടുക്കാം. മൂത്ത് വന്നിട്ട് താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് സെറ്റായി ഇളക്കി കൊടുക്കാം. കൂർക്കി മത്തിയും കൂടി വെച്ചത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാർ ഇതുപോലെയൊക്കെ ഇത് ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. കൂർക്ക കാലമാണല്ലോ ഇപ്പോൾ. കൂർക്ക കിട്ടും, നെയ്യുള്ള മത്തിയും കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബറും കൂടി ചെയ്യണം കേട്ടോ. കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.